മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ഓഗസ്റ്റ് 8 ശനി. വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമല്ല, സംഘടനകൾക്കും അവ പ്രതിനിധാനം ചെയ്യുന്ന സമുദായങ്ങൾക്കുമേൽ നിയന്ത്രണാധികാരം അടിച്ചേൽപ്പിക്കുക കൂടിയാണ് ഭരണകൂടം ചെയ്യുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. വിദേശ സംഭാവന ചട്ടം പൗരസമൂഹം ശത്രുക്കളല്ല. വിദേശ സംഭാവനകൾ സ്വീകരിക്കുന്ന രാജ്യത്തെ സന്നദ്ധ സംഘടനകളുടെ മേൽ നിയന്ത്രണാധികാരം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദേശ സംഭാവന ചട്ടത്തിൽ അഥവാ FCRA കേന്ദ്ര സർക്കാർ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പ്രസ്തുത ബില്ലിലൂടെ കണ്ണോടിക്കുന്ന ആർക്കും ബോധ്യമാകും. സന്നദ്ധ സംഘടനകളിലൂടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് തടയിടുകയാണ് അതിന്റെ ലക്ഷ്യമെന്നും വ്യക്തം. എന്നാൽ 2025 മാർച്ച് 26 പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കിയെടുക്കുകയും ചെയ്യുക എന്നത് അത്ര എളുപ്പമായിരുന്നില്ല. പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം സാമാന്യം വലിയ ശക്തിയായി നിലകൊള്ളുന്ന കാലമായിരുന്നു അത്. എന്നാൽ പശ്ചിമബംഗാളിലെയും തമിഴ്നാട്ടിലെയും സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷമുണ്ടായ രാഷ്ട്രീയ മാറ്റം പാർലമെന്റിലും പ്രതിഫലിച്ചതോടെ പ്രതിപക്ഷ സഖ്യം ശോഷിച്ചിരിക്കുന്നു. ഈ അവസരം മുതലെടുത്ത് വ്യാഴാഴ്ച ബിൽ ചർച്ചയ്ക്കെടുക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. ജന്തർ മന്ദറിലെ ജൻസി പ്രക്ഷോഭത്തിന്റെയും മറ്റും പശ്ചാത്തലത്തിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഭയന്ന് വർഷകാല സമ്മേളനകാലത്ത് സഭയിൽ നിന്ന് ഒളിച്ചോടിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ FCRA ബിൽ ചർച്ച നയിക്കാൻ സൻസദ് ഭവനിലെത്തുമെന്ന് കൂടി പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണെന്ന് തന്നെ വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മിസോറാം മുഖ്യമന്ത്രി ലാൽദുഹോമയാണ് FCRA നിയമ ഭേദഗതി സഭയിൽ കൊണ്ടുവരുമെന്ന് ആദ്യം പുറത്തുവിട്ടത്. തൊട്ടുപിന്നാലെ അമിത്ഷായുമായി കൂടിക്കാഴ്ചയ്ക്കെത്തിയ കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ക്രൈസ്തവ സഭാ നേതാക്കളടങ്ങുന്ന ജോയിന്റ് ആക്ഷൻ ഫോറം ഓൺ മൈനോറിറ്റീസ് പ്രതിനിധി സംഘവും ഇതേ വിവരം പങ്കുവച്ചു. ബില്ലുമായി ബന്ധപ്പെട്ട് തങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ ക്യാബിനറ്റിൽ ചർച്ച ചെയ്ത് പരിഹാരത്തിന് ശ്രമിക്കുമെന്ന് അമിത്ഷാ പറഞ്ഞതായി ഇരുകൂട്ടരും പിന്നീട് മാധ്യമങ്ങളെ അറിയിച്ചു. ജൻസി പ്രക്ഷോഭത്തിൽ സമരക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുന്നതടക്കം അമിത്ഷാ സമീപകാലത്ത് നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതുവരെയും പാലിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് KCBC ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ സംഘടനകളുടെ ആശങ്കകൾ കേന്ദ്ര സർക്കാർ എത്ര കണ്ട് മുഖവിലയ്ക്കെടുക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിലെ പുതിയ ഭേദഗതി സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടിയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനുമേൽ ഭരണകൂടത്തിന് കൂടുതൽ അധികാരം നൽകുന്ന നിയമമായി ഇത് മാറുമെന്ന ആശങ്കയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. FCRAയുടെ ചരിത്രവും തുടർച്ചയായ ഭേദഗതികളും പരിശോധിക്കുമ്പോൾ ഈ ആശങ്കകൾ അവഗണിക്കാനാവില്ല. 1976 അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ വിദേശ സംഭാവന നിയന്ത്രണ നിയമം നിലവിൽ വന്നത്. വിദേശ ശക്തികൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പൊതുപ്രവർത്തനങ്ങളിൽ പണം ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തുന്നത് തടയുകയായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. പിന്നീട് UPA സർക്കാരിന്റെ കാലത്ത് 2010 പുതിയ FCRA നിയമം കൊണ്ടുവന്നു. വിദേശ സംഭാവന സ്വീകരിക്കുന്ന സംഘടനകൾ രജിസ്ട്രേഷൻ നേടണമെന്നും പണം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിൽ കർശനമായ കൃത്യത പാലിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്തു. 2014 ശേഷം നിയമത്തിലെ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമായി. പ്രത്യേകിച്ച് 2020 ഭേദഗതി സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കി. വിദേശ സംഭാവന സ്വീകരിക്കുന്നതിലും അത് കൈകാര്യം ചെയ്യുന്നതിലും കൂടുതൽ നിയന്ത്രണങ്ങളും പരിശോധനകളും നിലവിൽ വന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ പുതിയ ഭേദഗതി. നിലവിലെ നിയമപ്രകാരം ഒരു സംഘടനയുടെ FCRA രജിസ്ട്രേഷൻ സർക്കാർ റദ്ദാക്കുകയോ സംഘടന സ്വമേധയാ സറണ്ടർ ചെയ്യുകയോ ചെയ്താൽ വിദേശ സംഭാവന ഉപയോഗിച്ച് സൃഷ്ടിച്ച ആസ്തികളുടെ നിയന്ത്രണം നിശ്ചിത അതോറിറ്റിക്ക് കൈമാറാൻ വ്യവസ്ഥയുണ്ട്. പുതിയ ബിൽ ഇതിന്റെ പരിധി കൂടുതൽ വിപുലമാക്കുകയാണ്. അതായത് രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ് പുതുക്കാതിരുന്നാലും, പുതുക്കുന്നതിനുള്ള അപേക്ഷ നൽകാതിരുന്നാലും, പുതുക്കാനുള്ള അപേക്ഷ നിരസിക്കപ്പെട്ടാലും സർട്ടിഫിക്കറ്റ് നിലച്ചതായി കണക്കാക്കും. അഥവാ ഒരു സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ പുതുക്കി നൽകേണ്ടതില്ല എന്ന് ഭരണകൂടം തീരുമാനിച്ചാൽ പ്രസ്തുത സന്നദ്ധ സംഘടനയുടെ പ്രവർത്തനം അവസാനിക്കുക മാത്രമല്ല, അതിന്റെ ആസ്തികളും നഷ്ടമാകും. പലപ്പോഴും നമ്മുടെ നാട്ടിൽ സന്നദ്ധ സംഘടനകൾ ഒരേ സമയം ആഭ്യന്തര ഫണ്ടുകളും വിദേശ ഫണ്ടുകളും ഉപയോഗിച്ചായിരിക്കും പ്രവർത്തിക്കുക. ഉദാഹരണത്തിന്, ഒരാശുപത്രി പണിയുകയാണെങ്കിൽ അതിനുള്ള ഭൂമി വാങ്ങുന്നത് നാട്ടിൽ നിന്ന് പിരിച്ചെടുത്ത പണമെടുത്തായിരിക്കും. പിന്നീട് കെട്ടിടം പണിയാനായിരിക്കും FCRA നിയമപ്രകാരം ലഭിച്ച ഫണ്ട് ഉപയോഗിക്കുന്നത്. മേൽ സൂചിപ്പിച്ച വിധം സംഘടനയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടാൽ ആഭ്യന്തര ഫണ്ടിങ്ങിലൂടെ ലഭിച്ച ആസ്തികളും സർക്കാരിലേക്ക് കണ്ടുകെട്ടപ്പെടുമെന്നതാണ് പുതിയ ഭേദഗതിയിലെ ആശങ്കകളിൽ മറ്റൊന്ന്. മറ്റൊരർത്ഥത്തിൽ ഈ നിയമ ഭേദഗതിയിലൂടെ വിദേശ സംഭാവനകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക മാത്രമല്ല, സംഘടനകൾക്കും അവ പ്രതിനിധാനം ചെയ്യുന്ന സമുദായങ്ങൾക്കുമേൽ നിയന്ത്രണാധികാരം അടിച്ചേൽപ്പിക്കുക കൂടിയാണ് ഭരണകൂടം ചെയ്യുന്നത്. സർക്കാർ എത്തിപ്പെടാത്ത മേഖലകളിലേക്ക് സേവനങ്ങൾ എത്തിക്കുകയും അതുവഴി അരികുവൽക്കരിക്കപ്പെടുന്ന സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് പൊതുവിൽ നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തന രീതി. സർക്കാരിൻ്റെയും പൗരസമൂഹത്തിൻ്റെയും പ്രവർത്തന പാരസ്പര്യത്തിലൂടെയാണ് രാജ്യം കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുക.
എന്നാൽ സന്നദ്ധ സംഘടനകളുടെ സർക്കാർ വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെയാണ് നമ്മുടെ ഭരണകൂടങ്ങൾ നോക്കിക്കാണുന്നത്. ഇപ്പോൾ ഒരു പടി കൂടി കടന്ന് നിയമ ഭേദഗതിയിലൂടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ കൂടി അടിക്കാനുള്ള വടിയായി ഈ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുകയാണ്. എന്നല്ല, പൗരസമൂഹത്തെ ഇവിടെ ശത്രുസ്ഥാനത്ത് നിർത്തുമ്പോൾ ന്യൂനപക്ഷം മറ്റൊരു ലേബലിൽ ഒരിക്കൽ കൂടി ഇവിടെ വേട്ടയാടപ്പെടുകയാണെന്നും മറക്കരുത്. വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക സേവനം തുടങ്ങിയ മേഖലകളിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നേതൃത്വത്തിൽ നിരവധി സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയുടെ പ്രവർത്തനത്തെ മാത്രമല്ല, നിലനിൽപ്പ് കൂടി അപകടത്തിലാക്കുന്നതാണ് പുതിയ നിയമ ഭേദഗതി. അതിനാൽ ജനാധിപത്യ സമൂഹം ഇതിനെ ഒറ്റക്കെട്ടായി എതിർക്കേണ്ടതുണ്ട്. മാധ്യമം പോഡ്കാസ്റ്റ്.